ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അരിപ്പൊടി, അതായത് വറുത്ത അരിപ്പൊടി, ഒരു 1/4 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു ചെറിയ പഴം, 3 ഏലക്ക, പിന്നെ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ശർക്കര പാനി കാച്ചി തണുത്തതാണ്. അത് ഇതിലേക്ക് അരിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതൊരു നല്ലൊരു പഴയ കാലത്തൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരപ്പം എന്ന് പറയും. ഒത്തിരി ബുദ്ധിമുട്ടിയാണ്. അത് മുകളിൽ ആവിയൊക്കെ വെച്ചിട്ട് മുകളിലെ പാത്രത്തിൻ്റെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് കനലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. അത് ഇപ്പോൾ നമ്മൾ അരി കുതിർത്ത് അടിച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ച് വറുക്കാത്ത മാവിലൊക്കെ തയ്യാറാക്കുന്നതാണ്. ഇത് ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഒരു പാത്രം വെച്ച് അതിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിശ്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എയർ ബബിളൊക്കെ പോയതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് ഞാൻ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തേങ്ങയ്ക്ക് വരും ബദാമോ കാഷ്നട്ടോ ഈന്തപ്പഴമോ എന്ത് വേണോ ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞിടാം. ഞാൻ ഇതാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊരു ഞാനൊരു 35 മിനിറ്റോളം ഒരു ചെറു തീയിലടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അടപ്പിലെ ഹോളെല്ലാം നന്നായിട്ട് അടച്ചിട്ടങ്ങ് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള അവരപ്പം റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ഈവനിങ് ചായക്ക് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. ഇനിയും ഇതിലുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറെ ഈ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. ഓക്കെ, താങ്ക് യു.